ഹായ് ഗായ്സ്, അപ്പം നമ്മളിതേ ഇന്ന് ലിഫൻ്റെ അടുത്തേക്ക് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നലെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. രണ്ടുപേരും ഹാപ്പി ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു. അപ്പം ഇതേ നമ്മൾ ബേബിനെ ഇന്നലെ രാത്രി കണ്ടിട്ട് വന്നതല്ലേ, അപ്പം വീണ്ടും ബേബിനെ കാണാൻ വേണ്ടി പോവാണ്. അവിടെ എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ പോവാ മക്കുക ബേബിനെ കാണണ ബേബിനെ കാണണ. അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം. രാവിലെ എണീറ്റിക്കണ്. നമ്മൾ ഹാഫ് ഡേ നോമ്പിലാണുള്ളത്, ഫാസ്റ്റിങ്ങിലാണുള്ളത്. എണീറ്റതും ഒന്നും കഴിച്ചിട്ടില്ല, ഭയങ്കര വാശി. ദോശ കൊടുത്തു വേണ്ട, ചപ്പാത്തി കൊടുത്തു വേണ്ട. ഇപ്പം ഷോപ്പിൽ നിന്ന് പഴം വാങ്ങി, അതും വേണ്ട. ബണ്ണ് വേണമെന്ന് പറഞ്ഞ് ബണ്ണ് വാങ്ങി, അതും വേണ്ട. ഫുൾ ഇന്ന് നിരാഹാരത്തിലാണ്. എന്താണ് മക്കുവിൻ്റെ പ്രശ്നം ശരിക്കും? അതെന്താ ഒന്നും ഇഷ്ടമില്ലാത്തത്? എന്താണ് ഈ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാത്തത്? അപ്പം തന്നിട്ട് എന്താ കഴിക്കാത്തത്? പിന്നെ എന്താ നിനക്ക് ഇഷ്ടമുള്ളത്? എന്താ ഇഷ്ടമുള്ളത്? ഓറഞ്ച് ജ്യൂസാ? ഓറഞ്ച് ജ്യൂസ് വേണോ? കുടിക്കുകയെന്നുണ്ടെങ്കിൽ ഒക്കെ മേടിച്ചു തരും, കുടിച്ചാൽ മതി. 2 ഐറ്റം തന്നെ വാങ്ങിയിട്ട് നീ കുടിച്ചിട്ടില്ല. ഓറഞ്ച് ജ്യൂസ് വാങ്ങി കുടിക്കുക. അങ്ങനെ ഇതേ നമുക്ക് ലഞ്ച് ടൈം ആയിരുന്നു. അപ്പോൾ ഓറഞ്ച് ജ്യൂസൊക്കെ അങ്ങ് തള്ളിക്കളഞ്ഞ് നമ്മൾ നേരെ ഒരു തലശ്ശേരി ദം ബിരിയാണി സ്പോട്ട് ഉണ്ടായിരുന്നു കുറ്റിപ്പുറത്ത്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിലും അവൾ എന്തെങ്കിലും തിന്നോട്ടോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടേക്ക് കയറിയത്. അപ്പം നമ്മൾ ഇതേ ഫുഡൊക്കെ കഴിക്കുന്നത് ഒരു ഓക്കെ ബിരിയാണി ആയിരുന്നു. അതിനുശേഷം ഇതേ നമ്മൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മാഹിനെയും ഡാഡിനെയും അവിടുന്ന് പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോകാമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായത്. അതിനുശേഷം പിന്നെ നമുക്ക് നെസ്റ്റോയിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നേരെ എടപ്പാളിലുള്ള നെസ്റ്റോയിൽ നമ്മൾ ജസ്റ്റ് കയറി. അവിടെ കയറിയതും പിന്നെ നമുക്ക് നെസ്റ്റോയിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കയറി നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ കുറേ കാലമായിട്ട് എൻ്റെ മക്കൂസ് സ്ട്രോബെറി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഫൈനലി അവിടെ നിന്ന് നമുക്ക് കിട്ടി. പിന്നെ ഓൾ ടൈം അവളുടെ ഒരു ഫേവറേറ്റ് ജ്യൂസ് ആയിരുന്നു ഈ ലിച്ചിയുടെ ജ്യൂസ്. അപ്പോൾ അവളതൊക്കെ കുടിച്ച് എൻജോയ് ചെയ്യുന്നു. അതിനിടയിൽ നമ്മുടെ മാഹിയും ഡാഡിയും ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റ് നോട്ട്ബുക്കിലായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത്. നെസ്റ്റോയിൽ തന്നെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ ഈ നമ്മൾ നെസ്റ്റോന്ന് ഒരു സ്ട്രോബെറി ഒക്കെ മക്കൾ കുറേ കാലമായിട്ട് സ്ട്രോബെറി വെക്കുന്നുണ്ട്. ഫൈനലി ഒരു സ്ട്രോബെറി കിട്ടിയില്ല മോളെ മൽക്ക. അതിൻ്റെ പുറമെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നു. ഇനി നമ്മുടെ മാഹിൻ്റെയും ബ്രദറിൻ്റെയും ബർത്ത്ഡേ ആണ്. അപ്പം ഹോസ്പിറ്റലിലാണുള്ളത്, പുതിയ കുട്ടി വന്നതാണ്. അപ്പം എല്ലാം കൂടി നമ്മൾ ചെറിയൊരു സർപ്രൈസ് ഒരു കേക്കൊക്കെ വാങ്ങി പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം മാഹിയും ഡാഡി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഈ ഗ്യാപ്പിൽ നമുക്കൊരു കേക്കൊക്കെ ഒപ്പിക്കണം. അപ്പം നമുക്കൊരു കേക്കൊക്കെ വാങ്ങിയിട്ട് ഇനി ഹോസ്പിറ്റലിൽ നിന്ന് കാണാം. അപ്പോൾ ദേ നമ്മൾ കേക്കൊക്കെ വാങ്ങി നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു. അതിനുശേഷം ഞാൻ ലിഫനെ കണ്ടു, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ദേ മക്കൂസ് ബേബിൻ്റെ അടുത്ത് എന്തൊക്കെയോ കാട്ടിക്കുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ബേബിൻ്റെ പേരെന്താ? എന്താണ് പേര്? അതിൻ്റെ മുമ്പൊരു പേരുണ്ടായിരുന്നല്ലോ, അമ്മ പറഞ്ഞത് പറ. മാൽറിൻ മെറിക്. മൽക്ക പിന്നെ കുട്ടീൻ്റെ അടുത്തുനിന്ന് മാറുന്നേ ഇല്ലായിരുന്നു. വാവൻ്റെ അടുത്ത് ഇങ്ങനെ ചിരിച്ചിട്ടും പറഞ്ഞിട്ടും എന്തൊക്കെയോ അവൾ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കും അതേ വാവനെ എടുത്തിട്ട് നല്ലൊരു സ്പെഷ്യൽ ഒരു ഫീൽ തന്നെയായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ വിചാരിച്ചു കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് മാഹിൻ്റെയും ബ്രദറിൻ്റെ ബർത്ത്ഡേ ഒക്കെ അല്ലായിരുന്നോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ ഇതേ നമ്മളെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ മക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. അത് അവളെ കോലം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഇതേ നമ്മൾ കുട്ടീനൊക്കെ ഇങ്ങനെ കൊഞ്ചിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായപ്പോൾ ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. അവസാനം നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാക്കി. അതിനിടയിൽ നമ്മൾ നല്ലൊരു ചായക്കട കണ്ടു. അപ്പോൾ നല്ലൊരു ചായയും കടിയൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ.